അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂടെ? Stay here. വരാൻ കണ്ട നേരം. അച്ചായൻ അച്ചായൻ. അച്ചായൻ എന്താ ഈ നേരത്തെ? വട്ട് അല്ലാതെന്താ? എടാ സണ്ണിക്കുഞ്ഞെ, ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി നിനക്ക് അറിഞ്ഞുകൂടെ? സോറി, ഹാപ്പി സന്തോഷപ്രദമായ നീണ്ട 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷം. ശരി. പിള്ളേരെല്ലാം ഡ്രൈവർ നായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. പാതിരാത്രിയിലോ? ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നോ ഉണ്ടോ? കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ. ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന്, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത്. അതല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി 2 പക്ഷി. നീ വന്നേന്ന് ഒരു പെഗ്ഗെട്. ചേച്ചി ഒരു പെഗ്ഗെട്. നീ വാ, ഒരു പെഗ്ഗെടുക്കാൻ. അല്ല ചേച്ചി. ആഹാ, അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാനില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി വിസ്കി ഉണ്ട്. അവിടെ ഒരു പെണ്ണ്. പെണ്ണ എവിടെ? ഒരിക്കലും രാത്രിയിൽ എങ്ങനെ പെണ്ണ് വരാൻ? അവിടെ ഒരു പെണ്ണൊന്നും ഇല്ല അവിടെ. നീ ശരിക്കുണ്ടോ? അതെ, വെളുത്ത ഫ്രോക്ക് ഇട്ടൊരു പെണ്ണ്. അയ്യോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജോലിക്കാർ പലരും കണ്ടേണ്ട. നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടല്ലേ, അവരുടെ ഒരു ആന്റി ഇവിടെ പോയിസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട്. അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു. ഇത് മദാമയൊന്നുമല്ല, മലയാളിയാണ്. ഞാൻ ശരിക്കും കണ്ടതാണ്. എനിക്ക് ആ മദാമയുടെ പരിപാടിയിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നത്. അങ്ങനുണ്ട് ആ മലയാളി പ്രയത്നം. എനിക്കൊന്ന് കാണുമല്ലോ. ആവശ്യമില്ല പ്രയത്നോട് കളിക്കണ്ട. കുഞ്ഞെ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ. ഒരു പ്രയത്നങ്ങളെ ഷൂട്ട് ചെയ്യരുത്, അത് പ്രേതമല്ല, എന്റെ ഫ്രണ്ടാ. ചേച്ചി ചേച്ചി തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞേക്ക്. സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അച്ഛാ ശബ്ദിക്കരുത്. ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ. എന്താ നിന്റെ പേര്? സാന്ദ്ര. സാന്ദ്ര വാളുക്കാരൻ. നിന്റെ അപ്പന്റെ പേരെന്താ? ജോൺ വാളുക്കാരൻ. അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി? ബാങ്കില്. എന്താ ജോലി? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ? അതെ. ഉറപ്പാണോ? അതെ. നടക്ക. നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്. നടക്ക. എടാ, ഇത് സത്യമാണോടാ? അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ചുമ്മാ കള്ളം പറഞ്ഞാണോ? സത്യം. എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം. എടാ, ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയാം. പറ, എന്നെ വിശ്വാസമല്ലേ, ഞാൻ തന്നെ വിളിച്ചു തരാം. ഹലോ. അതെ, കൊടുക്കാം. അമ്മച്ചി, എന്താ സാറേ ഈ രാത്രിയിലെ? സിംഗപ്പൂരിൽ നിന്നാ, കുരുവിള സാർ. ഹലോ. പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പെണ്ണിന്റെ നാടും വീടും ഒക്കെ എവിടെയാ? നാട്ടിൽ എവിടെയാണ് നിന്റെ വീട്? തൃശ്ശൂരാ. പെങ്കൊച്ചിന് ജോലിയുണ്ടോ? പഠിക്കുന്നോ? ഏയ് ഇല്ല, പഠിക്കുക. എന്തോന്നാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. അമ്മച്ചിയും പെങ്ങന്മാരും അളിയന്മാരും കൂടെ വികാരി അച്ഛനെ കണ്ടിട്ട് ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചോ? ശരി. എടാ പൈലി, സണ്ണിച്ചനും കുരുവിളയും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന്. അവനത് പറയാൻ നാണായതുകൊണ്ടാന്ന് തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഈ പാതിരാത്രിക്കോ അമ്മച്ചി? നേരെ ഒന്ന് വെളുത്തോട്ടെ. എനിക്കിനി കിടന്ന ഉറക്കം വരത്തില്ല. എനിക്കിനി കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല. സണ്ണിച്ചന്റെ കല്യാണമല്ലേ. ഇപ്പം
വീട്ടുകാരെ അറിയിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ തീയതി നിശ്ചയിക്കും. സണ്ണിച്ച, ഇതൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു. ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അതല്ല, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടാ മതി. സണ്ണിച്ച, ഞാൻ പറയണ കേക്ക്. പ്ലീസ് സണ്ണിച്ച, 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 എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സീരിയസ് കാര്യം വേണ്ട. സാന്ദ്ര, ഐ ആം സോറി സാന്ദ്ര, ഐ ആം സോറി. നിന്നെ കിട്ടിയില്ല, മന്ത്ര കൂടി തന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ്. മറന്നു എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ച് മരിച്ചതല്ല, കൊന്നതാണ്. കൊന്നത് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ട് ചെയ്യുന്നു. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്താ പോരെ. എന്ന് പറഞ്ഞാല് പൊതുമുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല, ഖജാൻജിയായ പാപ്പച്ചന്റെ പേരിലാണ് ഇത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, 2,25,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ആ ചിട്ടിച്ചാലിൽ ഇരിക്കുകയാണല്ലോ. എന്റെ കയ്യിലോ? എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ചായ, മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 2 ലക്ഷം രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ? ഇതെന്നത്തെ അച്ചായ നീ പറയുന്നേ? ഈ 2 ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ചായൻ വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച, ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളനാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറിച്ചെങ്കിൽ തുറന്നങ്ങോട്ട് പറ, വെറുതെ മനുഷ്യനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിച്ചെന്നോ? നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ടെച്ച സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചോ, ഒന്നും ആലോചിക്കാനില്ല. കാശ് ഇതിയാന്റെ കയ്യിൽ തന്നെയുണ്ട്. ചിലപ്പോ ചേവനെടുത്ത് കാണും. ഇത് എന്നെ കളനാക്കുക.
വെച്ചക്കത്തില്ലടാ പുല്ലേ. ഞാൻ ഓർത്തു പുല്ലാകുന്ന പാപത്തിൽ ഞാൻ കൈവച്ചേക്ക്. ബാങ്കിന് കാശെടുക്കാനാണെങ്കിൽ അത് രേഖയുണ്ടെങ്കിൽ കെട്ടിവെക്കേണ്ടി വരും. ചോദിക്കുമ്പോഴേ താൻ കിളി കള്ളം പറയത്തില്ല അച്ഛൻ എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ പള്ളിക്കച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അറിയുന്നവരൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ. അവളോടും പാടാ കാശുണ്ടാക്കാൻ വല്ല വഴിയും നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശ് ഇരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ല. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വേടാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ? പാലമറ്റത്തെ രാജകുമാർ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. നീ അറിയേണ്ട കാര്യമാടാ. ഗുണ്ടായിസം കാണിക്കണോടാ. വലിച്ച് കേട്ടടാ അവനെ. കർത്താവേ, റോഡ് ബ്ലോക്ക് ആയല്ലോ. മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. ഡോക്ടർ, അച്ചായ മരിച്ചത്? ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇയാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എന്നേക്കും. പാപ്പച്ച, ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആ സ്ഥിതിക്ക് ഇവിടെ അടക്കണോ അതോ? പാപ്പച്ച, അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. എന്റെ മടി കിടന്ന്
കിടന്ന ഇട്ടിച്ചായ മരിച്ചത്. വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാൻ നീ ആരാണ് ഇതൊക്കെ പറയുന്നത്? പക്ഷേ എന്റെ അപ്പച്ചന്റെ ശവത്തോട് പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും. എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താടാ പ്രശ്നം? നീ എനിക്കിട്ടൊന്ന് തല്ലി, അത് ഞാൻ പോലീസിൽ പരാതിയും കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ. പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലൊടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കുന്നതിന് ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പന്മാരെ അടയ്ക്കിയ സിമിത്തേരിയായത്. ഇത്തരക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? ഡോക്ടർക്ക് പറ്റിയ എന്താ പിഴവാ? ചാച്ചൻ പൈലിയുടെ മടി കിടന്ന മരിച്ചേ. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർ നിരപ്പിൽ അവതുകുട്ടിച്ചാന്റെ മകനാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ്. ബഹുമിടുക്കനാ. അവൻ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തിട്ട് എന്നാ കിട്ടാനാ? അച്ഛേ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം. ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കണം. കുമുസാരോ മാനസാന്തരം ഒക്കെ പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിച്ചാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കൊന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്തേണ്ടി വരും. ചിമിത്തെല്ലാം അതൊക്കെ വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് ചിമിത്തൽ അടക്കണമെങ്കിൽ അയക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാം. വേണ്ടച്ചോ, ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴിയിൽ അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. സന്നിക്കുട്ടി വേണ്ട. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോമറ്റത്തുകാർക്ക് ഇന്ന് ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ? പൈലി വേണം. തെമ്മാടി പറമ്പിൽ കയറാൻ നാണമുള്ള ഒരുത്തൻ ഈ പെട്ടി തുറന്ന വേണ്ടച്ചോ. വേണ്ട. പാലോമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു. കണ്ടില്ല. പട്ടിണി കിടന്നത് 1-2 ദിവസങ്ങളല്ല, ആഴ്ചകളോളം. ബോംബെയിലെ സെന്റ് തെരാസിസ് ചർച്ചിന്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ, ഉരുള കുര്യാക്കോസ്, അദ്ദേഹം വിളിച്ചുണർത്തി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഒരച്ഛനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ സ്നേഹിച്ചു. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന $5000 വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി. സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ 10,000-ങ്ങളായി. ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചന്റെ വിരൽ തുമ്പുകൾ. പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു, മോളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന എന്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോ ഞാൻ തോറ്റു. നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും ഉയരങ്ങൾ കീഴടക്കും. നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല, എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട്, എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട്, അതിനെല്ലാം ഒത്താശ പാടി എന്നെ ലോക്കപ്പിലിട്ട് ഇടിച്ച SIയോട്. വീട്ടാ, ഇന്നെനിക്ക് നിസ്സാരമായി വീട്ടാ. പക്ഷെ എനിക്ക് ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും. ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല. പിന്നെ സാന്ദ്ര, നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വയ്ക്കുന്നു. സണിച്ചായ, ഞാനിവിടെ ഇറങ്ങിക്കോളാം.
See you tomorrow. നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ. കണ്ട് കല്യാണം ഉറപ്പിക്കാൻ. ബൈ.